വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹ്യനീതിയുടെ കാവലാളാവുക എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാനത്തിലുടനീളം അംബേദ്കർ ജയന്തി ഈ വർഷം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും സ്നേഹാദരണീയനായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, അതുപോലെ ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശ് കുമാർ സാർ, അതുപോലെ മറ്റ് പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റിയുടെയും ഒക്കെ പ്രിയം നിറഞ്ഞ സ്നേഹാദരണീയരായിട്ടുള്ള സഹപ്രവർത്തകർ, ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വംശീയ ജനാധിപത്യത്തിനെതിരെ സാമൂഹ്യനീതിയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യത്തിൽ തന്നെ ആരായിരുന്നു അംബേദ്കർ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മുഴുവൻ വംശീയതകളെയും റദ്ദു ചെയ്തുകൊണ്ട്, അതിനോടെല്ലാം വിസമ്മതം അറിയിച്ചുകൊണ്ട് നിർഭയമായി സാമൂഹിക നീതിക്കു വേണ്ടി ആധുനിക ഇന്ത്യയിൽ എഴുന്നേറ്റു നിന്ന ഏറ്റവും വലിയ സാമൂഹിക നീതിയുടെ കാവലാൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രമേ ഉള്ളൂ. ആ ഉത്തരമാണ് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാന്റെ നാമം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആധുനിക ഇന്ത്യയുടെ പിറവിയിൽ 1947 ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം, ആധുനിക ഇന്ത്യയുടെ പിറവിയിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് കൊളോണിയലിസത്തിനെതിരെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ, അതിൽ നിന്ന് ഇന്ത്യയുടെ വിമോചനവും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യ രൂപീകൃതമാവുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ, കൊളോണിയലിസത്തിനെതിരെ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപീകൃതമാകുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വേരൂന്നി നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ, അതിലേറ്റവും സുപ്രധാനമായ ചാതുർവർണ്ണ വ്യവസ്ഥിതിക്കെതിരെ, സവർണവും വൈദികവുമായിട്ട് ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയതക്കെതിരെ, അതിൻ്റെ അപ്പുറത്ത് ഇന്ത്യയിൽ സാമൂഹിക നീതിയാണ് പുലരേണ്ടത്, കൊളോണിയലിസത്തെ അതിജീവിക്കുന്നതോടൊപ്പം, അധിനിവേശം ഇല്ലാതാക്കുന്നതോടൊപ്പം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം പുലരുന്നതോടൊപ്പം, ആ ആശയത്തിൻ്റെ പുലർച്ച സാധ്യമാകേണ്ടത് സാമൂഹിക നീതിയിലൂടെയാണെന്നും സാമൂഹ്യ ജനാധിപത്യത്തിലൂടെയാണെന്നും വിളിച്ചു പറഞ്ഞ മഹാനായിരുന്നു BR അംബേദ്കർ. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അറിയപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും ലിഖിതമാക്കപ്പെട്ട ഭരണഘടനയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന പദത്തിലേക്ക്, ആ പോരാട്ടത്തിൻ്റെ വഴികളിലൂടെയാണ് അംബേദ്കർ എത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. 1925 സംഘപരിവാർ RSS രൂപീകൃതമാകുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം അത് പ്രത്യക്ഷമായി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സവർക്കർ ഉൾപ്പെടെയുള്ള അവരുടെ മുൻഗാമികൾ, അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ അവരുടെ പുസ്തകങ്ങളിലടക്കം നിർബന്ധമായിട്ടും പ്രഖ്യാപിതമായി മുദ്രാവാക്യമായി എഴുതി വെച്ചതാണ് ഭൂരിപക്ഷ ഹിന്ദുത്വതയുടെ രൂപീകരണം എന്ന് പറയുന്നത്. പൗരദേശീയതയെ വിസമ്മതിച്ചുകൊണ്ട്, പൗരദേശീയതയ്ക്കപ്പുറത്ത് ഈ രാജ്യത്ത് ജനിക്കുന്ന മനുഷ്യരെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും, അങ്ങനെ അനേകം അടരുകൾ, അനേകം വ്യതിരിക്തതകൾ ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രസങ്കല്പം രൂപീകരിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ വംശീയ ദേശീയ പദ്ധതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംഘപരിവാർ ഇതിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇന്ത്യ സാംസ്കാരികമായി അതിനകത്ത് സവർണതയും വൈദികതയുടെയും അരികു പിടിച്ച് വളർന്ന ഒരു ദേശീയതയുടെ പിൻബലമുള്ളതുകൊണ്ട്, അങ്ങനെ ഒരു ചരിത്രപരതയുള്ളതുകൊണ്ടാണ് ഈ രാജ്യത്ത് ജാതീയത ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ജാതീയതയുടെ ചോദ്യങ്ങൾ ഇവിടുത്തെ കലാലയങ്ങളിലും തെരുവുകളിലും നിരന്തരം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇതിനെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ, ഇതിൽ ഭയമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അംബേദ്കർ സാമൂഹ്യ നീതിയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ സാഹോദര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും പ്രതിപാദിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഭരണഘടനയുടെ പിറവിയിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നതും അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതും. പക്ഷേ നിയമപരമായിട്ട് ഈ രാജ്യത്ത് നിയമസാധുതകളുള്ള സംവിധാനമൊക്കെയും ഉണ്ടായിട്ടും, സാമൂഹിക നീതിയുമായി എല്ലാം ബന്ധപ്പെട്ടും ഉണ്ടായിട്ട് പോലും ഇവിടെ സാംസ്കാരിക
സാംസ്കാരികമായ ഹിന്ദുത്വ ദേശീയതയുടെ അതിപ്രസരം അല്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിധിൻ രാജിനെ പോലെയുള്ള, കെവിനെ പോലെയുള്ള, വിനായകനെ പോലെയുള്ള, രോഹിത് വെമുലയെ പോലെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിധിൻ രാജ് മെഡിക്കൽ BDS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, കണ്ണൂരിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി, അനേകം സ്വപ്നങ്ങളുമായിട്ട് ഒരു സമൂഹത്തിൻ്റെ ചരിത്രപരമായി തന്നെ പുറംതള്ളപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ചരിത്രപരമായി, സാമൂഹികമായി, രാഷ്ട്രീയപരമായി, വിദ്യാഭ്യാസപരമായി കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെടുകയും പുറംതള്ളപ്പെടുകയും ചെയ്ത, നിർബന്ധിതമായ മാർജിനലൈസേഷന് വിധേയമാക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധി അത്തരത്തിൽ ഒരു ഉയർന്ന ഒരു മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ യാത്ര തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എത്രമാത്രം ദുഷ്കരമായിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും, എത്രമാത്രം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതിജീവിച്ചു കൊണ്ടായിരിക്കും അങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് ഈ രാജ്യത്ത് ദളിത് സമൂഹങ്ങളിൽ നിന്ന്, ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി എത്തിച്ചേരുന്നത്. അനേകം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് എത്തിച്ചേർന്നിട്ട് നിർബന്ധിതമായിട്ടുള്ള തിരോധാനങ്ങൾക്കും നിർബന്ധിതമായിട്ടുള്ള ഇല്ലാതാക്കലിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ മേർഡറിനും സ്ഥാപനവൽകൃതമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മരണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നിരന്തരം തുടർച്ചയായിട്ട് ഈ രാജ്യത്ത് വിധേയമാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് രൂഢമൂലമായിരിക്കുന്ന ജാതീയതയുടെ, വംശീയതയുടെ വേരുകൾ എത്രമാത്രം ആഴ്ന്നിറങ്ങിയാണ്, എത്രമാത്രം വലിയ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയാണ് നിലകൊള്ളുന്നത്, എത്രമാത്രമാണ് അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പിൻബലം എന്ന് പറയുന്നത്, സാമൂഹികവും രാഷ്ട്രീയവും അധികാരപരമായി എത്രമാത്രം പിൻബലം അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BR അംബേദ്കർ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ ബോധമുള്ള, അതിൻ്റെ അപ്പുറത്ത് ബൗദ്ധിക നിലവാരമുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സാമൂഹിക അവബോധമുള്ള, സാമൂഹ്യ നീതിയിൽ വേരൂന്നിയ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ചരിത്രപരമായി പുറംതള്ളപ്പെട്ട മനുഷ്യർ ഒരേ പ്രതലത്തിൽ എത്തുമ്പോൾ മാത്രമേ ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുകയുള്ളൂ എന്ന് പറഞ്ഞത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ നീതിയുടെ ഏറ്റവും ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും ശത്രുവായിട്ട് അംബേദ്കർ പ്രഖ്യാപിക്കുന്നത് സംഘപരിവാറിനെയാണ്, ഹിന്ദുത്വയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നിയമവാഴ്ചയിലൂടെ തന്നെ, ഭരണഘടനയിലൂടെ തന്നെ, നിയമപരമായി തന്നെ അത്തരത്തിൽ സാമൂഹ്യ നീതി അതിലധിഷ്ഠിതമായിട്ടുള്ള തുറവികൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചിരുന്നത് എന്നുള്ളതാണ്. ഒരു ആധുനിക ദേശരാഷ്ട്ര സംവിധാനത്തിനകത്ത് ദേശരാഷ്ട്രങ്ങൾ പുലരുമ്പോൾ ഫിയർ ഓഫ് സ്മോൾ നമ്പർ എന്ന കോൺസെപ്റ്റിലാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റിനകത്ത് പലതുകളായി, ചെറുതുകളായി ചിന്നിച്ചിതറി കിടക്കുന്നതിനോടുള്ള ഭയമാണെന്നും ആ ഭയത്തിലൂടെ അവരെ അപരവൽക്കരിച്ചുകൊണ്ട് പലതിനെയും എക്സസ് ആയി അധികമായി കണ്ടുകൊണ്ട് അതിനെ പുറം തള്ളിക്കൊണ്ടാണ് ഒരു വംശീയ ദേശ സംവിധാനം രൂപപ്പെടുന്നത്. അതൊരു ദേശ സംവിധാനമായി അല്ല വർത്തിക്കുക എന്നുള്ളതും അതൊരു പ്രവിശ്യ എന്നർത്ഥോണം, വംശീയമായിട്ടുള്ള ഒരു പ്രവിശ്യ എന്നോണമാണ് അത് വർത്തിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വംശീയ ദേശ പദ്ധതികൾക്കപ്പുറത്ത് വംശീയ ദേശീയതയെ മറികടന്നുകൊണ്ട് അതിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പൗരദേശീയതയെ സ്ഥാപിക്കണമെന്നും ആ പൗരദേശീയ സംസ്ഥാപിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്ത് സാമൂഹിക നീതി പുലരണമെന്നും സാമൂഹിക നീതി പുലരണമെങ്കിൽ അധികാര വിഭാഗങ്ങളിൽ നിന്ന്, സാമൂഹിക മേഖലകളിൽ നിന്ന്, സാമൂഹിക തുറവികളിൽ നിന്ന്, ഈ രാജ്യത്തിൻ്റെ അധികാര ഘടനകളിൽ നിന്ന്, വിദ്യാഭ്യാസ സാമ്പത്തിക തുറവികൾ സാധ്യമാക്കുന്ന അത്തരത്തിലുള്ള പ്രിവിലേജുകളായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും കാലങ്ങളോളം ചരിത്രപരമായി പുറംതള്ളപ്പെട്ട മനുഷ്യർ നിർബന്ധിതമായി അധികാരപരമായി, രാഷ്ട്രീയപരമായി, ഭരണഘടനാപരമായി, നിയമപരമായി അവരോധിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു സാമൂഹിക നീതി പുലരുകയുള്ളൂ എന്ന് അംബേദ്കർ വിഭാവനം ചെയ്തതും അംബേദ്കർ സ്വപ്നം കണ്ടതും. അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സംഗതികളാണ് നിരന്തരം ഈ രാജ്യത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഊഴവും പൂർത്തീകരിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിന്റെ ഘടനകളിലൂടെ കടന്നു പോകുമ്പോൾ അംബേദ്കർ മുന്നോട്ട് വെച്ച് ഇതിനകത്ത്, ഭരണഘടനയ്ക്കകത്ത് നിലനിൽക്കുന്ന മുഴുവൻ പഴുതുകളിലൂടെയും കടന്നു പോയിക്കൊണ്ട് ഭരണഘടനയെ ടാക്കിൾ ചെയ്യാൻ,
പാരലായിട്ട് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഏകീകൃതം എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന യൂണിഫോമിറ്റി എന്ന് തോന്നിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ, സാമൂഹ്യ നീതിയെ അട്ടിമറിക്കുമെന്ന് എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അംബേദ്കർ മനസ്സിലാക്കിയതെന്ന് ഓർത്തു നോക്കൂ. ആ പാരലായിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന് അട്ടിമറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് വ്യത്യസ്ത സമൂഹങ്ങൾക്ക്, വ്യത്യസ്ത സമുദായങ്ങൾക്ക്, ഓരോ പൗരനും വ്യതിരിക്തമായിട്ടുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ സാമുദായിക പരതയിൽ നിലനിൽക്കുന്ന അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സാമുദായിക പരതയെ റദ്ദു ചെയ്തുകൊണ്ട്, സാമുദായിക പ്രാതിനിധ്യത്തെ റദ്ദു ചെയ്തുകൊണ്ട്, സംവരണത്തിന്റെ അടിസ്ഥാന തത്വത്തെ തന്നെ റദ്ദു ചെയ്തുകൊണ്ട് പാരലായി, ഭരണഘടനയ്ക്ക് പാരലായി കടന്നു വരുന്ന നിയമ സംവിധാനങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് ആണെങ്കിലും CAA ആണെങ്കിലും അതുപോലെ ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന മുഴുവൻ നിയമ സംവിധാനങ്ങളും പാരലായിട്ട് പരിഷ്കരിക്കപ്പെട്ട, ഭേദഗതി ചെയ്യപ്പെട്ട മുഴുവൻ നിയമ സംവിധാനങ്ങളും പരിശോധിച്ചു നോക്കൂ. അത് മുത്തലാഖ് നിയമമാണെങ്കിലും വഖഫ് ഭേദഗതി നിയമമാണെങ്കിലും CAA NRCയുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതികളാണെങ്കിലും ഇത്തരത്തിൽ നടക്കുന്ന NIAക്ക് പരമാധികാരം നൽകുന്ന നിയമമാണെങ്കിലും വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ എന്ന പേര് പറഞ്ഞുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, വിദ്യാഭ്യാസത്തിന്റെ പുതിയ പരിഷ്കരണ പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് ഹിന്ദുത്വയെ സിലബസ് ആക്കുന്ന, സവർക്കറിനെയും ഗോൾവാക്കറിനെയും കുറിച്ച് മഹാന്മാരായി പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രമില്ലാത്ത ഹിന്ദുത, ഈ രാജ്യത്തിന് ഒരു കോൺട്രിബ്യൂഷനും നൽകാനില്ലാത്ത, അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലോ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളിലോ രാജ്യത്ത് ഒരു കോൺട്രിബ്യൂഷനും നൽകാത്ത, രാജ്യത്ത് ഒരു ചരിത്രവും അവകാശപ്പെടാനില്ലാത്ത ഹിന്ദുത്വയും സംഘപരിവാറിന്റെയും പ്രയോക്താക്കളെ, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളെ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയെ പോലും വെടിവെച്ചു കൊല്ലുന്നതിലേക്ക് നയിക്കുന്ന സന്ദർഭത്തെ സൃഷ്ടിച്ച ഗോൾവാക്കറെയും സവർക്കറെയും ഒക്കെ പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്ന NEP ഉൾപ്പെടെയുള്ള അതിന്റെ ആ NEPയിൽ അനേകം അപകട ചുഴികളുണ്ട്. ഇങ്ങനെ പാരലായിട്ട്, ഭരണഘടനയ്ക്ക് പാരലായിട്ട് നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് NIAക്ക് പരമാധികാരം നൽകിക്കൊണ്ട് യാതൊരുവിധ ജാമ്യവും നിഷേധിക്കപ്പെട്ടുകൊണ്ട് UAPA പോലെയുള്ള ഡ്രക്കോണിയൽ നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് UAPയുടെ കേസ് ഫയലുകളൊക്കെ എടുത്താൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് ഇതിന് ഇരയാക്കപ്പെടുന്നത്. ഈ രാജ്യത്ത് എക്സസ് ആക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും നിരന്തരമായി അപരവൽക്കരിക്കപ്പെടുകയും നിർബന്ധിതമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾ, മുസ്ലിം കമ്മ്യൂണിറ്റി, ആദിവാസി ജനവിഭാഗങ്ങൾ, ദളിത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, ഈ ജനവിഭാഗങ്ങളാണ് ഇത്തരത്തിൽ കേസ് ഫയലുകളിലൊക്കെയും തന്നെ പേരിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളതാണ്. പുറന്തള്ളുവാനുള്ള ഫിയർ ഓഫ് സ്മോൾ നമ്പർ എന്ന് അംബേദ്കർ പറഞ്ഞു വെച്ച ആ ചെറുതുകളോടുള്ള ഭയത്തിൽ ഊറി നിന്നുകൊണ്ട് അതിനെ പുറന്തള്ളുവാൻ ഭരണഘടനയെ ടാക്കിൾ ചെയ്തുകൊണ്ട്, ഭരണഘടനയ്ക്ക് പാരലായിക്കൊണ്ട് നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടനയെയും സാമൂഹ്യ നീതിയെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്നത് ദേശീയത എന്നുള്ളതാണ്. ആ ദേശീയതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പൗരദേശീയതയല്ല എന്നുള്ളതും അത് തികച്ചും വംശീയമായ ദേശീയതയാണ് എന്നുള്ളതുമാണ്. അത് ജനനം കൊണ്ട് ഹിന്ദു ആകുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒരു ദേശീയതയാണെന്നുള്ളതാണ്. അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും പദവികളും ഒക്കെയും അത്തരം ജന്മങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് നമ്മൾ സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ രാജ്യത്ത് പലതരം കാരണങ്ങൾ കൊണ്ട്, ചരിത്രപരമോ അല്ലാത്തതോ ആയ കാരണങ്ങൾ കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളെ, പലതരത്തിൽ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ സാഹോദര്യം, ഫ്രറ്റേണിറ്റി എന്ന നൂലിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ സൂചിപ്പിക്കുന്ന ആ ആപ്തവാക്യത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അതിനെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ചരടിൽ കോർത്തുകൊണ്ട് അധസ്ഥിത ജനവിഭാഗങ്ങളാകട്ടെ, മർദ്ദിത ജനവിഭാഗങ്ങളാകട്ടെ, നിർബന്ധമായ തിരോധാനങ്ങൾക്കും നിർബന്ധിതമായ തടവറകൾക്കും നിർബന്ധിതമായ വംശഹത്യകൾക്കും നിരന്തരം വിധേയമാക്കപ്പെടുന്ന ജനവിഭാഗങ്ങളാകട്ടെ, ഈ ജനവിഭാഗങ്ങളെ ഞങ്ങളുടെ സഹോദരന്മാരായി ഞങ്ങൾ ചേർത്ത് പിടിക്കും. അവരുടെ ശബ്ദങ്ങൾ ഞങ്ങളുടെ ശബ്ദങ്ങളായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അവരുടെ പിന്നിലല്ല ഇവിടുത്തെ സോക്കാൾഡ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയൂ. നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കും. നിങ്ങൾ എന്ത് മുദ്രാവാക്യം വിളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരുമെന്നാണ് കാലങ്ങളായി ഇവിടുത്തെ ഇടതുപക്ഷ സോക്കാൾഡ് പ്രബുദ്ധ ഹിന്ദുത്വ സാംസ്കാരികതയുടെ പേരിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ സോക്കാൾഡ് പുരോഗമന ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന് അപ്രമാദിത്വമുള്ള ക്യാമ്പസുകളിൽ അവർ അപരന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കുമെന്ന് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞു വെച്ച അപരവിരുദ്ധതയിൽ വേരൂന്നിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്യാമ്പസുകളിലും തെരുവുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അധികാരമുള്ള മുഴുവൻ
സാധ്യതയുമുള്ള മുഴുവൻ ഇടങ്ങളിലും അവരങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംബേദ്കർ ദിനം ആചരിക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അംബേദ്കർ പറഞ്ഞു വെച്ച ഈ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൽ, അവരുടെ മുദ്രാവാക്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ, അവരുടെ പിന്നിൽ അണിനിരക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുന്നതിൽ, നിങ്ങളുടെ ഫ്രറ്റേണിറ്റിയെ, നിങ്ങൾ മനസ്സിലാക്കുന്ന നീതിയെ നിങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നേടിയെടുക്കാനുള്ള സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള അംബേദ്കർ ദിനാചരണങ്ങൾ എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പോരാളികൾ എന്ന് പറയുന്നത്, നമ്മുടെ മുന്നേ നയിക്കുന്ന മനുഷ്യൻ. ഞങ്ങൾ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പുതുതായി രൂപപ്പെട്ടു വന്ന് ഞങ്ങൾ പറയുകയാണ് സാമൂഹ്യ നീതി, ഞങ്ങൾ മാത്രമാണ് സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നതല്ല ഞങ്ങളുടെ മുദ്രാവാക്യം, അല്ലെങ്കിൽ എന്നതല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് ഇതിന്റെ മുന്നേ കടന്നുപോയ, ഇവിടുത്തെ രാജ്യത്തിന്റെ ചരിത്രപരതയെ മനസ്സിലാക്കിയ, ഈ രാജ്യത്തെ സാമൂഹ്യ നീതിയുടെ സാങ്കത്യത്തെ മനസ്സിലാക്കിയ, സാമൂഹ്യ നീതിയുടെയും സാമൂഹ്യ ജനാധിപത്യത്തിന്റെയും ആവശ്യകതയെ മനസ്സിലാക്കിയ അനേകം വരുന്ന വിപ്ലവ പോരാളികളുടെ പിന്മുറക്കാരാണ് ഞങ്ങളെന്നും, അത് ഭീമറാവു അംബേദ്കറിന്റെ പിന്മുറക്കാരാണ് ഞങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം സഹോദരൻ അയ്യപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും അതിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഉൾപ്പെടെയുള്ള അനേകം പോരാളികളുടെ പിന്മുറക്കാരാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിരന്തരമായിട്ടുള്ള പെർസിക്യൂഷൻസിനും, നിരന്തരമായിട്ടുള്ള അരികുവൽക്കരണങ്ങൾക്കും, പാർശ്വവൽക്കരണങ്ങൾക്കും, പുറംതള്ളുകൾക്കും, നിർബന്ധിതമായ തടവറകൾക്കും, തിരോധാനങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട സാമൂഹ്യ നീതിക്ക് നിരന്തരം കാവലു നിന്നുകൊണ്ട് തന്നെ സാഹോദര്യത്തിന്റെ നൂലിൽ, സാഹോദര്യത്തിന്റെ ചരടിൽ ഭീമറാവു അംബേദ്കർ ഉയർത്തിപ്പിടിച്ച നീൽ സലാം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ അംബേദ്കറിന്റെ ജന്മദിനമായ ഈ ഒരു അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടി ഏറ്റവും ഔപചാരികമായി, ഏറ്റവും സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു.